നമ്മൾ ആവറേജ് പവർ എന്താണെന്ന് പറഞ്ഞു, പവർ ഫാക്ടറും എന്താണെന്ന് പറഞ്ഞു. ഇനി കുറച്ച് സ്പെഷ്യൽ കേസുകൾ നമുക്ക് ഡീൽ ചെയ്യാനുണ്ട്. നോക്കാം നമുക്ക് ഓരോന്നായി. സ്പെഷ്യൽ കേസസ്. ആദ്യത്തെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ എന്തായിരിക്കും ആവറേജ് പവർ എന്നുള്ളതാണ്. കേസ് 1 പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. ആവറേജ് പവറിന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ പി ആവറേജ് ഈസ് ഈക്വൽ ടു ERMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ ആണ്. അതിൽ കോസ് ഫൈന് നമ്മൾ വിളിച്ചിരുന്ന പേരാണ് പവർ ഫാക്ടർ. ഫൈ എന്ന് പറയുന്നത് EMFൻ്റെ ഫേസറും കറൻറ്റിൻ്റെ ഫേസറും തമ്മിലുള്ള ആംഗിളാണ്, ഫേസ് ആംഗിളാണ്. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്, അതായത് AC ത്രൂ റെസിസ്റ്റർ ഓൺലി, ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചൊരു കാര്യം, നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, അവിടെ ഫൈ എന്ന് പറയുന്ന ഫേസ് ആംഗിളിൻ്റെ വാല്യൂ 0 ആയിരുന്നു. EMFോ കറൻറ്റോ ആരും തന്നെ ലീഡ് ചെയ്യുന്നില്ല, ആരും തന്നെ ലാഗ് ചെയ്യുന്നില്ല, രണ്ടുപേരും ഇൻ ഫേസ് ആയിരുന്നു ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ. അതായത് ഫോർ എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ഫൈ ഈസ് ഈക്വൽ ടു 0. നിങ്ങൾ എന്ത് ചെയ്യണം? കോസ് ഫൈയിലെ ഫൈക്ക് 0 കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? പി ആവറേജ് ഈക്വൽ ടു ERMS IRMS കോസ് 0. കോസ് 0 എത്രയാണ്? 1 ആണ്. സോ ആവറേജ് പവർ ഈസ് ഈക്വൽ ടു ERMS ഇൻറ്റു IRMS. അതാണ് മാക്സിമം പവർ. അതായത് കോസ് ഫൈയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ കോസ് ഫൈ എപ്പോഴാണോ 1 ആകുന്നത് ആ സമയത്ത് ആവറേജ് പവർ മാക്സിമം ആയിരിക്കും. കോസ് ഫൈ 1 ആകണമെങ്കിൽ ഫൈ 0 ആയിരിക്കണം. ഫൈ 0 ആകണമെങ്കിൽ ആ സർക്യൂട്ട് എന്ത് സർക്യൂട്ട് ആയിരിക്കണം? ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിരിക്കണം. ഓക്കെ, സോ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ഫൈ 0 ആണ്. അപ്പോൾ കോസ് ഫൈ 1 ആണ്. ആവറേജ് പവർ ERMS ഇൻറ്റു IRMS ആണ്. മാക്സിമം പവർ നമുക്ക് ലഭിക്കും. ഇനി IRMSന് പകരം വേണമെങ്കിൽ ERMS ഡിവൈഡഡ് ബൈ R എന്ന് എഴുതാം. അതായത് കറണ്ട് ഈസ് ഈക്വൽ ടു EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ IRMS ഈക്വൽ ടു ERMS ബൈ R ആണ്. അപ്പോൾ ഇവിടെയുള്ള ഈ IRMSന് പകരം നിങ്ങൾക്ക് ERMS ബൈ R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആവറേജ് പവർ ഈസ് ഈക്വൽ ടു ERMS ഇൻറ്റു IRMSന് പകരം ERMS ബൈ R. സോ ERMS ഇൻറ്റു ERMS ബൈ R. ERMS ഇൻറ്റു ERMS E സ്ക്വയർ RMS. സോ ആവറേജ് പവർ ഈസ് ഈക്വൽ ടു E സ്ക്വയർ RMS ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഇതും ആവറേജ് പവറിനുള്ള ഒരു ഇക്വേഷനാണ്. ഈ രണ്ട് ഇക്വേഷൻസും എവിടെ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലാണ് ഉപയോഗിക്കാൻ പറ്റുക. അത്തരത്തിലുള്ള കേസുകളിൽ ഫൈ 0 ആണ്, അതായത് ഫേസ് ആംഗിൾ 0 ആണ്. നമുക്ക് മാക്സിമം പവറും ലഭിക്കും. ERMS IRMS എഴുതാം, അതും അല്ലെങ്കിൽ ആവറേജ് പവർ ഈസ് ഈക്വൽ ടു E സ്ക്വയർ RMS ഡിവൈഡഡ് ബൈ R എന്നും എഴുതാം. കേസ് 2 പ്യുവർ ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് സർക്യൂട്ട്. കേസ് 1 പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിരുന്നു. കേസ് 2 നമ്മൾ ഡീൽ ചെയ്യുന്നത് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടും പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടുമാണ്. ആവറേജ് പവറിനുള്ള ഇക്വേഷൻ പണ്ടത്തേത് തന്നെ, ആവറേജ് പവർ ഈസ് ഈക്വൽ ടു ERMS IRMS കോസ് ഫൈ. ഇനി ഒരു ഇൻഡക്ടർ മാത്രം എടുക്കുക, ഒരു കപ്പാസിറ്റർ മാത്രം എടുക്കുക. അതിനുള്ളിൽ കൂടി നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യിക്കുക. അവിടെ EMFും അതേപോലെ കറൻറ്റും തമ്മിലുള്ള ഫേസ് ആംഗിൾ നമ്മൾ മുന്നേ കണ്ടെത്തിയിട്ടുണ്ട്. AC ത്രൂ ഇൻഡക്ടർ ഓൺലി, AC ത്രൂ കപ്പാസിറ്റർ ഓൺലി. ഈ രണ്ട് കേസിലും കറൻറ്റും EMFും തമ്മിലുള്ള ഫേസ് ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ, അതായത് AC ത്രൂ ഇൻഡക്ടർ ആണെങ്കിൽ അവിടെ EMF ലീഡ് ചെയ്യും, കറൻറ്റ് ലാഗ് ചെയ്യും, അവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ AC ത്രൂ കപ്പാസിറ്റർ ഓൺലി, പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ കറൻറ്റ് ലീഡ് ചെയ്യും, EMF ലാഗ് ചെയ്യും, അവിടെയും അവർ തമ്മിലുള്ള ഫേസ് ആംഗിൾ 90 ഡിഗ്രി തന്നെയാണ്. അതായത് ഫോർ ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് സർക്യൂട്ട് ഫേസ് ആംഗിൾ π/2 ആണ്, 90 ഡിഗ്രി. അപ്പോൾ നിങ്ങൾക്ക് ആവറേജ് പവർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ആവറേജ് പവർ ഈക്വൽ ടു ERMS IRMS ഫൈക്ക് പകരം 90 കൊടുക്കുക. കോസ് 90 0 ആണ്. 0 ഇൻറ്റു ERMS IRMS 0 തന്നെ. സോ ആവറേജ് പവർ ഇൻ ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു 0. ആവറേജ് പവർ 0 ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? നോ പവർ ഈസ് ഡിസിപ്പേറ്റഡ് ഈവൻ ദോ എ കറൻറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കൂടിയും കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കൂടിയും കറൻറ്റ് പോകുന്നുണ്ട്, പക്ഷേ അവിടുത്തെ ആവറേജ് പവർ 0 ആണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. കറൻറ്റ് പോകുന്നുണ്ടെങ്കിലും അവിടെ യാതൊരു വിധത്തിലുള്ള പവർ ഡിസിപ്പേഷനും ഇല്ല. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള കറൻറ്റിനെ വിളിക്കുന്ന പേരാണ് വാട്ട് ലെസ് കറൻറ്റ്.
വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വാട്ട്ലെസ് കറണ്ട്. വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പരിചിതമാണ്, പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. വാട്ട്ലെസ് പവർ ഇല്ല, വാട്ട്ലെസ് കറണ്ട് പവർ ഇല്ലാത്ത കറണ്ട്. അതായത് കറണ്ട് ആ സർക്യൂട്ടിൽ കൂടി പോകുന്നുണ്ടെങ്കിലും ആവറേജ് പവറോടെ 0 ആണ്. ഇനി വാട്ട്ലെസ് കറണ്ടിൻ്റെ ഒരു ഡെഫിനിഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം നമുക്ക്. ദ കറണ്ട് വിച്ച് കൺസ്യൂംസ് നോ പവർ ഫോർ ഇറ്റ്സ് മെയിൻ്റനൻസ് ഇൻ ദ സർക്യൂട്ട് ഈസ് കോൾഡ് വാട്ട്ലെസ് കറണ്ട്. ഒരു സർക്യൂട്ടിൽ കൂടി ഒരു കറണ്ട് പോകുന്നുണ്ട്, പക്ഷേ ആ കറണ്ട് എന്ത് കൺസ്യൂം ചെയ്യുന്നില്ല? പവർ കൺസ്യൂം ചെയ്യുന്നില്ല. ആ സർക്യൂട്ടിൽ കൂടി ഒരു കറണ്ട് പോകുമ്പോൾ, ഏത് സർക്യൂട്ടാണ്? പ്യുവർ ഇൻഡക്റ്റീവ് ഓർ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കൂടി ഒരു കറണ്ട് പോകുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള പവറും ആ കറണ്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള കറണ്ടിനെ വിളിക്കുന്ന പേരാണ് വാട്ട്ലെസ് കറണ്ട്. ഒരിക്കൽ കൂടി നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാം. പ്യുവർ ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ ആവറേജ് പവർ 0 ആണ്. അങ്ങനെ വരാൻ കാരണം ഫേസ് ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ടാണ്. കറണ്ട് പോകുന്നുണ്ടെങ്കിലും അവിടെ ആവറേജ് പവർ 0 ആണ്. അങ്ങനെയെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കറണ്ടിന് നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കും, അതാണ് വാട്ട്ലെസ് കറണ്ട്. ഒരു സർക്യൂട്ടിൽ കൂടി അവിടെ പ്യുവർ ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് സർക്യൂട്ട്, അത് തന്നെയാണ് സർക്യൂട്ട്, ആ സർക്യൂട്ടിൽ കൂടി കറണ്ട് പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള പവറും അത് കൺസ്യൂം ചെയ്യുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള കറണ്ടാണ് വാട്ട്ലെസ് കറണ്ട്. കേസ് 1 നമ്മൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലുള്ള ആവറേജ് പവർ കണ്ടുപിടിച്ചു. കേസ് 2 പ്യുവർ ഇൻഡക്റ്റീവ് ആൻഡ് പ്യുവർ കപ്പാസിറ്റീവ്. ഇനി കേസ് 3 ആണ്. അതിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് LCR സർക്യൂട്ടാണ്, ഒരു സീരീസ് LCR സർക്യൂട്ട്. ആവറേജ് പവറിനുള്ള ഇക്വേഷൻ പണ്ടത്തെ പോലെ തന്നെ P ആവറേജ് ഈക്വൽ ടു ERMS IRMS cos phi ആണ്. ഇതിൽ ഫൈ എത്രയാണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ആവറേജ് പവർ കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. LCR സർക്യൂട്ട് നമ്മൾ ഡീൽ ചെയ്തപ്പോൾ ഒരു ഇംപീഡൻസ് ട്രയാങ്കിളൊക്കെ വരച്ച് ഒരു ഇക്വേഷൻ എഴുതിയിരുന്നു. tan phi ഈക്വൽ ടു XL മൈനസ് XC ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നതായിരുന്നു ആ ഒരു ഇക്വേഷൻ. ഇംപീഡൻസ് ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ ഒരു ഇക്വേഷനാണ് tan phi ഈക്വൽ ടു XL മൈനസ് XC ഡിവൈഡ് ബൈ R. ഇതിൽ ഫൈ എന്ന് പറയുന്നത് എന്താ? ഫേസ് ആംഗിളാണ്. അവിടെയുള്ള LCR സർക്യൂട്ടിൽ, സീരീസ് LCR സർക്യൂട്ടിൽ EMFൻ്റെ ഫേസറും കറണ്ടിൻ്റെ ഫേസറും തമ്മിലുള്ള ഫേസ് ആംഗിളാണ് ഫൈ. tan phi ഈക്വൽ ടു XL മൈനസ് XC ഡിവൈഡ് ബൈ R. ഇതിൽ നിന്ന് ഫൈ കണ്ടെത്തണമെങ്കിൽ ടാനിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെയെങ്കിൽ ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് XL മൈനസ് XC ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്ന ഇക്വേഷൻ ലഭിക്കും. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഫൈയുടെ വാല്യൂ അറിയാമെങ്കിൽ ആ ഫൈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഒരു സീരീസ് LCR സർക്യൂട്ടിലത്തെ പവർ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമ്മളൊരു കണ്ടീഷൻ ചർച്ച ചെയ്യുകയാണ്. വേറൊന്നുമല്ല, റെസണൻസ് കണ്ടീഷനാണ്. റെസണൻസിൽ നമുക്കറിയാം XL ഈക്വൽ ടു XC ആയിരിക്കും. അതായത് ഒരു ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഈക്വൽ ടു ഒരു കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്. ഈ ഫൈ എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ XL ഈക്വൽ ടു XC നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് റെസണൻസിൽ XL ഈക്വൽ ടു XC ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ, ഫൈക്കുള്ള ഈ ഇക്വേഷനിൽ XL ഈക്വൽ ടു XC കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് XL മൈനസ് XC ബൈ R. അതിൽ XL ഈക്വൽ ടു XC കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 0 ബൈ R. ടാൻ ഇൻവേഴ്സ് ഓഫ് 0. ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 0, ഓർ നിങ്ങൾക്ക് പറയാൻ പറ്റും ഫൈ ഈക്വൽ ടു 0 ആണെന്ന്. അതായത് EMFും കറൻറ്റും തമ്മിലുള്ള ഫേസ് ആംഗിൾ 0 ആണ്. എപ്പോൾ മാത്രം? ഒരു സീരീസ് LCR സർക്യൂട്ട് റെസണൻസിൽ വരുമ്പോൾ മാത്രം. ദെൻ നിങ്ങൾക്ക് എഴുതാം P ആവറേജ് ഈക്വൽ ടു ERMS IRMS ഇൻറ്റു ഫൈ എത്രയാണെന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. cos 0 1 ആണ്. സോ ആവറേജ് പവർ ഈസ് ഈക്വൽ ടു ERMS IRMS cos 0 1 ആണ്. സോ ദാറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ആവറേജ് പവർ. അതായത് ഒരു സീരീസ് LCR സർക്യൂട്ട് റെസണൻസിലാണെങ്കിൽ നമുക്ക് മാക്സിമം പവർ കിട്ടും. അതിൻ്റെ വാല്യൂ ആണ് ERMS ഇൻറ്റു IRMS. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ഡീൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സീരീസ് LCR സർക്യൂട്ട് റെസണൻസിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ ആവറേജ് പവർ എത്രയാണോ അത് തന്നെയായിരിക്കും ഒരു സീരീസ് LCR സർക്യൂട്ടിൻ്റെ ആവറേജ് പവറും. രണ്ടിനുള്ള ഇക്വേഷൻ ഒന്ന് തന്നെ. ആവറേജ് പവർ ഈസ് ഈക്വൽ ടു ERMS ഇൻറ്റു IRMS. അത് അവിടെയുള്ള മാക്സിമം പവറാണ്.